ഹായ്, ഐ അനിത, സൈക്കോളജി കൗൺസിലർ. സ്റ്റേയിൻ സ്റ്റേബിൾ എന്ന ഈ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് ടീനേജ് കൗമാരപ്രായത്തിലുണ്ടാകുന്ന കുട്ടികൾക്കുണ്ടാകുന്ന പ്രോബ്ലംസ് അതെങ്ങനെ പരിഹരിക്കാം എന്നതിനെക്കുറിച്ചുള്ളതാണ്. 5 സ്റ്റേജ് ഓഫ് ലൈഫ്, അതായത് 5 സ്റ്റേജാണ് ഒരു ലൈഫിലുള്ളത് നമുക്ക്. അതായത് ശൈശവം, ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം. ഇതിൽ ശൈശവവും ബാല്യവും വന്ന് അച്ഛനോട് അമ്മമാരോട് കൂടുതൽ മക്കൾ അടുത്തിരിക്കുന്നതും അവർ പറയുന്നത് കേൾക്കുന്നതും അവർ പറയുന്നത് എല്ലാ കാര്യങ്ങളും അനുസരിച്ച് പോകുന്ന 2 സ്റ്റേജാണ്. അതിൽ നിന്നും പെട്ടെന്ന് കൗമാരത്തിലേക്ക് വരുമ്പോൾ പല കുട്ടികൾക്കും മാനസികമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള മാറ്റങ്ങളും, അതായത് ഹോർമോൺ ഇഷ്യൂസിൻ്റെ പ്രവർത്തനം കൊണ്ടും അവരുടെ ശാരീരിക ഘടനയിലുണ്ടാകുന്ന വ്യത്യാസങ്ങൾ കൊണ്ടും അവർക്ക് പലവിധമായ മാനസിക ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. 12 മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു ഏജിലാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരുന്നത്. അല്ലെ ഞാൻ ഇത് തന്നെ ചെയ്യത്തുള്ളൂ, അങ്ങനെയുള്ള പല രീതികളിലേക്കും. പഴയ തലമുറയ്ക്ക് വന്ന സൗകര്യങ്ങൾ വളരെയേറെ കുറവായിരുന്നു. അതായത് ഇൻ്റർനെറ്റ് ഇല്ല വീട്ടിൽ, അല്ലെങ്കിൽ മൊബൈൽ ഫോണില്ല ആരുടെയും കയ്യിൽ, അതുപോലെ കാറില്ല, സ്കൂട്ടറില്ല, അല്ലെങ്കിൽ സൈക്കിൾ പോലും ഇല്ലായിരുന്നു. നടന്നു പോയാണ് കൂടുതലും പഠിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ള ന്യൂ ജനറേഷന്, പുതിയ തലമുറയ്ക്ക് അവർ പറയുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു. ഇൻസ്റ്റൻറ്റ് ഫുഡ് മാതിരിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ എല്ലാം നമ്മൾ ചെയ്തു കൊടുക്കുന്നത് അവർക്ക്. കാരണം കൂടുതലും അച്ഛനമ്മമാർ വീട്ടിലിരിക്കാതെ തന്നെ ജോലിക്ക് പോകുന്നവരാണ്. അപ്പോൾ അവരെ വേണ്ട രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കാനോ അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനോ അല്ലെ അവർ പറയുന്നത് കേൾക്കാനോ ഉള്ള സമയം കൂടുതലായിട്ടും ഇല്ല ഇപ്പോൾ അച്ഛനമ്മമാർക്ക്. അപ്പോൾ ഇത് സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെ ഇതിനോട് പരിഹാരം കാണാൻ വേണ്ടിയിട്ട് ഇവർ പറയുന്ന കാര്യങ്ങൾ, ഈ ഫിറ്റ് പ്രാക്ടിക്കൽ അത് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണെങ്കിൽ അത് ചെയ്തു കൊടുക്കുക. ഫോർ എക്സാമ്പിൾ, ഇവർ ഹോട്ടലിൽ ഫുഡ് കഴിക്കാൻ പോകുന്ന എല്ലാവരുമായിട്ട്, അപ്പോൾ അവരാവശ്യപ്പെടുന്ന ഫുഡ് വേറൊന്നായിരിക്കും, നമ്മൾ ഇഷ്ടപ്പെടുന്നത് വേറൊന്നായിരിക്കും. അത് പ്രാക്ടിക്കലുള്ള കാര്യമാണെങ്കിൽ അവർക്ക് ചെയ്തു കൊടുക്കുക. അവർക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ്. അതുപോലെ ഡ്രസ്സിങ്ങിലാണേലും ശരി, ഇപ്പോൾ ഹെയർ കട്ടാണേലും ശരി, ചില കുട്ടികൾ ഇഷ്ടപ്പെടുന്നില്ല. അതുപോലെ ഡ്രസ്സിങ്, അവർക്ക് ഇന്ന ഡ്രസ്സ് തന്നെ വേണം, ഇതേ ഉപയോഗിക്കൂ. അത് പ്രാക്ടിക്കലുള്ള കാര്യമാണെങ്കിൽ അത് സപ്രസ് ചെയ്യാതെ, അതിനെ വന്ന് നിരുത്സാഹപ്പെടുത്താതെ അവർക്ക് മാക്സിമം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ നല്ലതാണെങ്കിൽ ചെയ്തു കൊടുക്കുക. അതുപോലെ തന്നെ പേരൻസുമായിട്ടൊരു ഹെൽത്തി റിലേഷൻഷിപ്പ് ആയിരിക്കണം അവർക്ക്. എപ്പോൾ ഒരു ബോണ്ടിങ് വേണം, എല്ലാ കാര്യങ്ങളും ഓപ്പണായിട്ട് സംസാരിക്കാനും, ഒരു ഫ്രണ്ട്സിനെ പോലെ തന്നെ അവർ ഓപ്പണായിട്ട് സംസാരിക്കാനും അവർക്ക് അതിനുള്ള ഫ്രീഡം കൊടുക്കുകയും ചെയ്യുകയാണെങ്കിൽ കുറേയേറെ പ്രശ്നങ്ങൾ ഒഴിവാക്കാൻ പറ്റുന്നതാണ്. അതുപോലെ തന്നെ ശരിയും തെറ്റും എന്താ, നല്ലതും ചീത്തയും എന്താണെന്ന് അത് പറഞ്ഞു കൊടുക്കുകയോ അത് തിരിച്ചറിയാനുള്ള, നല്ലതാണോ അത് അവർ ഏതെല്ലാം രീതിയിലുള്ളവരാണെന്ന് നമ്മൾ അറ്റ്ലീസ്റ്റ് മനസ്സിലാക്കണം. അത് കുട്ടികളോട് തന്നെ സംസാരിച്ച് നമ്മൾ മനസ്സിലാക്കാൻ ശ്രമിക്കേണ്ടത് വളരെയധികം അത്യാവശ്യം. അതുപോലെ അവർ കോളേജിലോ സ്കൂളിലോ പോയിട്ട് വരുവാണെങ്കിൽ അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അവരോട് ഡിസ്കസ് ചെയ്യണം. നമ്മുടെ ടൈം കണ്ടെത്തി അവരോട് ഡിസ്കസ് ചെയ്യാൻ ശ്രമിക്കണം. കുട്ടികൾ പലപ്പോഴും അവോയ്ഡ് ചെയ്യും, ഞാൻ പറയില്ല, അതങ്ങനെയാണ് ഇങ്ങനെയാണ്, പിന്നെ അപ്പോൾ അച്ഛനും അമ്മയും ചിലർ ചിന്തിക്കും, ഇവർ പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരോട് ചോദിച്ചിട്ട് കാര്യമില്ല. പക്ഷെ അങ്ങനെ ആവരുത്. അവരെത്ര വേണ്ടെന്ന് വെച്ചാലും നമ്മൾ അവരുടെ കൂടെ ചേർന്ന് അവരെ മനസ്സിലാക്കാൻ ശ്രമിക്കണം. അതുപോലെ മൊബൈൽ ഫോൺ അനാവശ്യമായിട്ട് യൂസ് ചെയ്യുന്നുണ്ടോ, അതായത് ഒരു ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു അച്ഛനും മക്കളും അല്ലെ അമ്മയും മക്കളും തമ്മിൽ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും അവർ പറയുന്നതായിരിക്കും. അത് കീപ്പ് ചെയ്യാൻ ശ്രമിക്കും. അതുപോലെ തന്നെ ചില കുട്ടികൾക്ക് ഇഷ്ടമായിരിക്കും അവർ തനിയെ ഇരുന്ന് TV കാണുന്നത്, അല്ലെങ്കിൽ തനിയെ ഇരുന്ന് അവരുടെ റൂം അടച്ചിട്ടിട്ട് തനിയെ അവിടെ പോയിരുന്ന് തിങ്ക് ചെയ്യുന്നത്. അതായത് ഈ ഒരു ടീനേജ് പ്രായത്തിൽ അത് അങ്ങനെയുള്ള ബിഹേവിയർ വളരെ കൂടുതലായിരിക്കും. മറ്റുള്ളവരുടെ മുമ്പിൽ പോയി സംസാരിക്കാനും, മറ്റുള്ളവർ കൂട്ടമായി ഇരിക്കുന്നിടത്ത് പോയി നിൽക്കാനും അവർക്ക് ഒരു വളരെയധികം ബുദ്ധിമുട്ടുള്ള സമയമാണ് ഒരു ടീനേജ് ഏജ്. പ്രത്യേകിച്ചും ഈ ഒരു അമ്മയുടെ അച്ഛൻ്റെയും അടുത്ത് നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ, അതായത് ബാല്യം, കൗമാരം, ഈ ബാല്യത്തിൽ നിന്ന് കൗമാരത്തിലോട്ട് വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു ടൈമാണ് കുട്ടികൾക്ക് കൂടുതലുമായിട്ട്. അതുപോലെ കുട്ടികളെ അവരുടെ ഫ്രണ്ട്സുകളുടെ മുൻപിൽ ഇൻസൾട്ട് ചെയ്യുക, മറ്റുള്ളവരുടെ മുൻപിൽ ഇൻസൾട്ട് ചെയ്യുക, അവരോട് പറയാനുള്ള കാര്യങ്ങൾ, അവരുടെ നല്ലതായിട്ടുള്ള കാര്യങ്ങൾ നല്ലത് പറഞ്ഞു കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളത് സെപ്പറേറ്റ് ആയിട്ട് അവരെ വിളിച്ച് പറഞ്ഞു കൊടുക്കാവുന്നതാണ്. മറ്റുള്ളവരുടെ മുമ്പിൽ ഇൻസൾട്ട്, പിന്നെ തെറ്റുകൾ ചെയ്താൽ എപ്പോഴും ശാസിക്കുകയും ശിക്ഷിക്കുകയും ചെയ്യുന്ന ചില പേരൻസ് ഉണ്ട്. അത് മാക്സിമം ഒഴിവാക്കിയാലും ഈ പ്രോബ്ലത്തിനൊരു പരിഹാരമാണ്. അവരെ തെറ്റ് ചെയ്താൽ ഓക്കെ, ഇപ്പോൾ ഒരു എക്സാമിന് ഫെയിലായെങ്കിൽ ശരി മോനെ അല്ലെ മോളെ, അത് നെക്സ്റ്റ് ടൈം നിങ്ങൾ ഇമ്പ്രൂവ് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഇതിൽ
നല്ല മാർക്ക് വാങ്ങിക്കാൻ ശ്രമിക്കുക. അതല്ലാതെ ജീവിതമേ പോയി അങ്ങനൊരു ഇതിൽ അവരെ കൊണ്ടുവരാതെ, അവരുടെ മാനസിക ബുദ്ധിമുട്ട് വളരെ കൂടുതലായിരിക്കും അങ്ങനെയുള്ള സംസാരങ്ങളെല്ലാം. അതിൽ നിന്നെല്ലാം അവരെ നല്ല രീതിയിൽ പറഞ്ഞ് വാട്ട് ദ നെക്സ്റ്റ്, എന്ത് ചെയ്യാൻ പറ്റും, അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് കണ്ടെത്തുകയും അതിൽ തിരുത്തുകയും ചെയ്യാൻ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഈ കൗമാരപ്രായത്തിലുണ്ടാകുന്ന പ്രോബ്ലംസ് കുറേയധികം ബുദ്ധിമുട്ടുകളും അവരിൽ നിന്ന് ഒഴിവാക്കാൻ പറ്റുന്നതാണ്. നമ്മൾ വീട്ടിൽ നല്ലൊരു സപ്പോർട്ട് കൊടുത്ത് അച്ഛനും അമ്മയും അവരെ നല്ല രീതിയിൽ പ്രോത്സാഹിപ്പിച്ച് മുമ്പോട്ടുള്ള ജീവിതത്തിൽ അവരുടെ യൗവനകാലത്തിലേക്ക് കൊണ്ടുവരേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. എന്നെ കേട്ടതിന് നന്ദി, നമസ്കാരം.